ഹായ്, ഞാൻ ഫസൽ റഹ്മാൻ. ബിസിനസ് ഓണേഴ്സിന് അവരെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാനും ഒരു പവർഫുൾ ബ്രാൻഡാക്കി മാറ്റാനും ലീഡർഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങും കൺസൾട്ടിങ്ങുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ് സ്കെയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ, അത് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ബിസിനസ് ഓണേഴ്സിൻ്റെ പ്രയോറിറ്റീസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ ഫോക്കസ് ചെയ്യേണ്ട, പ്രയോറിറ്റി നൽകേണ്ട മേഖലകൾ കൃത്യമായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റേണ്ടതുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ബിസിനസ് വളർത്താൻ ആവശ്യമായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യുക, നല്ല ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റീറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ടോ എന്ന് പറയുന്നത്. ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് HR സ്ട്രാറ്റജി എന്ന് പലരും മനസ്സിലാക്കാറില്ല. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ, സെയിൽസ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാറുണ്ട്. HRും നിങ്ങളെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പം നല്ല ആൾക്കാരെ കൊണ്ടുവരിക, അവരെ റീറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ലീഡർഷിപ്പിലാണ്. അതായത് ഈ ടീമിനെ ലീഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. അത്തരത്തിലുള്ള സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സ് മുൻഗണന നൽകേണ്ടതുണ്ട്. അപ്പം നല്ല ആൾക്കാരെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു വിഷനാണ്. ബിസിനസ് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് ബിസിനസ്സിൻ്റെ ഡയറക്ഷൻ, എന്ത് തരത്തിലുള്ള മാറ്റമാണ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്, എന്ത് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ അതിനു വേണ്ടി ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങളുടെ വിഷൻ കൃത്യമാകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു വിഷനിലേക്കാണ് നമുക്ക് ആളുകൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ വിഷൻ പ്രോപ്പർ ആവുക, ക്ലിയർ ആക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഹയറിങ്, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പല തിരക്കിനിടയിലും ചെയ്യുന്നൊരു കാര്യമാണ് ഹയർ ചെയ്യുക, ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറയുന്നത്. അത് അത്തരത്തിൽ രീതിയിൽ ചെയ്യാതിരിക്കുക. കാരണം ഹയറിങ് പ്രോപ്പർ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലേ, മോളെ ശരിക്ക് പ്രിപ്പയർ ചെയ്ത് പോയിക്കോ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെക്കാളും പ്രിപ്പയർഡ് ആവേണ്ടത് ഇൻ്റർവ്യൂവറാണ്. അതായത് നിങ്ങളൊരു ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് ആ കാൻഡിഡേറ്റിനെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കേണ്ടതുണ്ട്. അയാളുടെ സ്കിൽ എന്തൊക്കെയാണ്, അയാളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അയാളുടെ നോളജ് എന്തൊക്കെയാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ കൾച്ചറുമായിട്ട് അയാൾ ഫിറ്റാവും. ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഒരുപാട് സമയനഷ്ടം, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അത് കമ്പനിക്കും ഉണ്ടാക്കും, അതുപോലെ തന്നെ കാൻഡിഡേറ്റിനും ഉണ്ടാക്കും. അപ്പോൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സമയമെടുത്തിട്ട് ചെയ്യേണ്ടതാണ് ഈ ഹയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയറിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഈ കാൻഡിഡേറ്റ്സിനെ, ഈ സ്റ്റാഫിനെ പ്രോപ്പറായിട്ട് ഓൺബോർഡ് ചെയ്യണം. അതായത് അവരെ കമ്പനിയുടെ വിഷൻ എന്താണ്, അതേപോലെ തന്നെ നിലവിലുള്ള കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, അതേപോലെ തന്നെ പോളിസീസ് എന്തൊക്കെയാണ്, ആരൊക്കെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കാൻഡിഡേറ്റ്സിനെ, ഈ പറഞ്ഞ സ്റ്റാഫിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം. നെക്സ്റ്റ് ഒരു സംഗതി അവരെ പ്രോപ്പറായിട്ട് ഓൺബോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റാഫ്, എംപ്ലോയി, ഒരു മാനേജർ സ്ഥാപനത്തിൽ കടന്നു വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓൺബോർഡിങ് പോളിസി ഉണ്ടാവണം. അതായത് കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയുടെ വിഷൻ എന്താണ്, കമ്പനിയുടെ ടീം ആരൊക്കെയാണ്, നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പോളിസികളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ആ ഒരു സ്റ്റാഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പറായിട്ട് സ്റ്റാഫിന് ഓറിയൻറ്റേഷൻ കൊടുക്കാൻ കഴിയണം. കാരണം അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ടാവണം. കാരണം അപ്പോഴാണ് അവർക്കും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ അവരുടെ ജോബിൽ അവർക്ക് ക്ലാരിറ്റി വരിക. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി വരുമ്പോഴാണ് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുക. മറ്റൊരു സംഗതി, ഓൺബോർഡിങ് ചെയ്ത് കഴിയുമ്പം അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ റിസൾട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ KPI എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അവർ റിസൾട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. മാത്രമല്ല ഡിഫൈൻ ചെയ്ത KPIs റെഗുലറായിട്ട് റിവ്യൂ ചെയ്യണം. അവരെന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടില്ല, എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത് എന്നത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ടാവണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള റിവ്യൂവിൻ്റെ ബേസിസിൽ ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. അതേപോലെ തന്നെ സ്റ്റാഫിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് എൻഷുർ ചെയ്യാൻ വേണ്ടതുണ്ട്. മറ്റൊരു സംഗതി, ഈ സ്റ്റാഫ് അല്ലെങ്കിൽ മാനേജേഴ്സ് അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് വേണം, ഒരു റിവാർഡ് സിസ്റ്റം വേണം. അതായത് ജോലി ഇങ്ങനെ ചെയ്തു പോകുന്ന ഉപരിയായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നു, അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റിന് മുകളിൽ പോകുന്നു, അത് കൃത്യമായിട്ട് റിവാർഡ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ഓരോ സ്റ്റാഫും ഒരു ചെറിയ കാര്യം നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ബോസ് അറിയണം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ മനസ്സിൽ കൊണ്ട് നടക്കാറുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക,
റിവാർഡ്സ് കൊടുക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 20 സ്റ്റാഫുള്ള ഒരു സ്ഥാപനത്തെ 1200ഓളം സ്റ്റാഫുള്ള ഒരു സ്കെയിലപ്പ് ജേർണിയിലൂടെ കൊണ്ടുപോകാനുള്ള, അതിനെ ലീഡ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊരു സംതൃപ്തി കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ ടീം നല്ല മികച്ച എഫേർട്ട് ഇട്ടിട്ട് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന, ആ റിവാർഡ് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ അവർ ആ സന്തോഷം പങ്കുവെക്കുന്നതും, അതുപോലെ തന്നെ അവരെ അച്ചീവ് ചെയ്യുന്ന അത് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സന്തോഷം പങ്കുവെക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ മനസ്സിൽ നിറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും കാര്യം മനസ്സിലാക്കേണ്ടത്, ടീമിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പെർഫോം ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് നല്ല അവസരം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിട്ടുപോകുന്നുണ്ടാവും. പക്ഷേ ട്രെയിൻ ചെയ്യുന്നത് കൂടിയിട്ട് അവർ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്താൽ അവരെവിടേക്കും പോവില്ല. അപ്പോൾ HR സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ കൂടെ നല്ലൊരു ടീം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ആക്ച്വലി നിങ്ങൾ ഡിലേ ആക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി മിസ്സാവാം. അപ്പോൾ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യലല്ല, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റി കൊണ്ടുവരിക. നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ബിസിനസ്സിനെ ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്.